എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഈ സമയത്ത് കാണുന്ന ഒന്നാണ് ചക്ക. മഴക്കാലമായാൽ ചക്ക വെറുതെ നശിച്ചു പോവേ ഉള്ളൂ. ചക്ക സീസൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ വരെ കാത്തിരിക്കണം. ചക്ക പ്രിസർവ് ചെയ്ത് വെച്ചാൽ സീസൺ കഴിഞ്ഞാലും ചക്ക കഴിക്കണം തോന്നുമ്പോൾ കഴിക്കാൻ പറ്റും. ചക്ക എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പച്ച ചക്ക ഒരു വർഷത്തോളം ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചക്ക എടുത്തിട്ട് രണ്ട് രീതികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് എടുത്തത് പഴഞ്ചക്കയാണ്. നിങ്ങൾക്ക് ഏത് ചക്ക വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെയാണ് രണ്ട് രീതികളും ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇത് അതിനായിട്ട് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോ കുരുവോടെയുള്ള ചക്കയാണ്. ഇതിന്റെ സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഇതുപോലെ രണ്ട് സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുരു ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു തൊലി പോലത്തെ ഭാഗം ഉണ്ടല്ലോ, രണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചക്കയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം രണ്ട് വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചക്ക ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചക്കയിത ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ചക്കച്ചുള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ചക്കയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചക്ക ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റാം. രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാ ഈ ചക്കയുടെ നേരെ പകുതി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ചക്ക പകുതിയോളം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ബാക്കി ചക്ക എടുത്ത് മാറ്റാം. ചക്ക പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. സിപ്ലോ കവറിലേക്ക് ഈ ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിപ്ലോ കവറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന്റെ കംപ്ലീറ്റ് എയർ നമ്മൾ കളഞ്ഞെടുക്കണം. അപ്പൊ ഈ എയർ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ലോണം എയർ കളഞ്ഞിരിക്കണം. നമ്മളിത് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. നമ്മൾ ഒരു തവണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് എത്ര വേണം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കവറിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ കവറിൽ ഇട്ട് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചക്ക കേടുവരും. അപ്പൊ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഓരോ പ്രാവശ്യത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഇതുപോലുള്ള കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് കൊടുക്കാം. 6 മാസം ആയാലും ചക്ക ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഒട്ടും തന്നെ കേടുവരില്ല. നമുക്ക് ചക്കപ്പുഴുക്ക്, ചക്കക്കറി, ചക്ക എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് തണുപ്പ് പോയ ശേഷം ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമുക്ക് നേരെ ഫ്രീസറിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം. രണ്ടാമത്തെ രീതിക്കായിട്ട് ഞാൻ ബാക്കി ചക്ക കഷ്ണങ്ങൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. കൂടുതലായി പോകരുത്, കുറച്ച് മാത്രം. അതിനുശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചക്ക കഷ്ണങ്ങൾ ഒരു 3-4 മിനിറ്റ് നേരം ആവി കയറ്റാണ് വേണ്ടത്. ഗ്യാസ് അടുപ്പിൽ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചക്ക നമ്മൾ വേവിക്കാൻ വേണ്ടി അങ്ങനെ കുക്കറിലൊന്നും ഇട്ട് വേവിക്കരുത്. ഇതുപോലെ സ്റ്റീമറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു 4 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം. അതിന്റെ ഇടയിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചക്ക വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നത്. ഇതിപ്പോ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയാൽ മതി. അത്രയേ വേണ്ടൂ, കൂടുതലായിട്ട് വേവിക്കരുത്. ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചക്ക നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ 2-3 തവണയായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കരുത്. ഇനി ഇത് പ്ലേറ്റിലുള്ള ചക്ക നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും സിപ്ലോ കവറിലേക്ക് മാറ്റാം. അതിനായിട്ട് ഒരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലോക്ക് ഒന്ന് തുറന്നെടുക്കാം.
നല്ല പോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ കവറിലേക്ക് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ആവി കെട്ടിയിട്ട് വെള്ളത്തിന്റെ നനവുണ്ടാവും. ഇനി നമുക്ക് ഈ സിപ്ലോ കവറിന്റെ എയർ നല്ല പോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒട്ടും തന്നെ എയർ പാടില്ല. അങ്ങനെ എയർ ഉള്ള സമയത്താണെങ്കിൽ ഇതില് ഈർപ്പം നിൽക്കും. ഇത് എയർ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ലോക്ക് ഇട്ട് കൊടുക്കാം. അധികം ടൈറ്റ് ആയിട്ട് വെക്കരുത്, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതും അതുപോലെ തന്നെ നമുക്കൊരു കണ്ടെയ്നർ ബോക്സിലേക്ക് മാറ്റാം. ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതും നമ്മൾ നേരെ ഫ്രീസറിലേക്കാണ് വെച്ചു കൊടുക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ വേവിച്ച ചക്ക 1 വർഷം കഴിഞ്ഞാലും ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് വേണം ബാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ചക്കയുടെ സീസൺ ആണ്, ഇഷ്ടം പോലെ ചക്ക കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ മതി. അപ്പൊ ആദ്യം കാണിച്ച ചക്ക 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഈ ഒരു രീതിയിലുള്ള ചക്ക 1 വർഷം കഴിഞ്ഞാലും ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ 2 രീതിയിലും ചക്ക സൂക്ഷിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.